എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് നോക്കാം. അതായത് എറിക്സൺ അദ്ദേഹം ഫ്രോയിഡിനെ പോലെ തന്നെ ഒരു മനഃശാസ്ത്രജ്ഞൻ തന്നെയായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ജർമ്മൻകാരായ മനഃശാസ്ത്രജ്ഞർ തന്നെയായിരുന്നു. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നതനുസരിച്ച് അദ്ദേഹം മനുഷ്യ ജീവിതത്തിന്റെ വിവിധ വികാസങ്ങളിൽ ഉള്ള ചിന്താഗതികളെയാണ് പറയുക. ബേസിക് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന 1 മുതൽ 2 വയസ്സിനുള്ളിൽ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് നമ്മൾ അവിടെ ചിത്രീകരിക്കുക. ഈ സമയത്ത് നമ്മൾ വിശ്വാസം, അമ്മയോടുള്ള വിശ്വാസം, ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഭയം, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ സംശയം, ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ മദറുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിലാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് മിസ്ട്രസ്റ്റിനെ കുറിച്ച് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ഘട്ടത്തില് ഇൻ ദിസ് സ്റ്റേജ് ദ റോൾ ഓഫ് കെയർ ഗിവർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ആ കുട്ടിക്ക് കെയർ കൊടുക്കുന്നത് സാധാരണ രീതിയിൽ അമ്മയായിരിക്കും. ആ കെയർ ഗിവറിന്റെ റോൾ വളരെ പ്രധാനമാണ്. ഇഫ് ദ ബിഹേവിയർ ആൻഡ് കെയർ പ്രൊവൈഡഡ് ടു ചൈൽഡ് ബൈ ദ പ്രൈമറി കെയർ ഗിവർ ഈസ് കൺസിസ്റ്റന്റ്. ഈ പ്രൈമറി കെയർ ഗിവർ ആയിട്ടുള്ള മദറുടെ ബിഹേവിയർ ആ സമയത്ത് ഒരു കൺസിസ്റ്റന്റ് ആയ ബിഹേവിയർ ആണെങ്കിൽ, പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ, റിലയബിൾ ആണെങ്കിൽ, വിശ്വസനീയമാണെങ്കിൽ, then the child will develop a sense of trust. കുട്ടിക്ക് ഒരു ഈ ലോകത്തോടൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ കുട്ടിക്ക് ചൈൽഡിന് കെയർ കൊടുക്കുന്ന കെയർ ഗിവറുടെ പെരുമാറ്റം തോന്നുന്ന മാതിരാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അവിശ്വാസം, മിസ്ട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ദിസ് സെൻസ് ഓഫ് ട്രസ്റ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിലോ ഈ ട്രസ്റ്റ് വിൽ ബി ക്യാരിഡ് ഓവർ ബൈ ദ ചൈൽഡ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. ആ കുട്ടി ജീവിതകാലം മുഴുവനും തൻ്റെ ലൈഫിൽ കൊണ്ടു നടക്കും എന്നാണ്. ആൻഡ് മേക്ക് ഹിം പെർസീവ് ദിസ് വേൾഡ് ആസ് എ സെക്യൂർ പ്ലേസ്. ഈ ലോകം എന്ന് പറയുന്ന ഒരു സുരക്ഷിതമായ ഇടമാണെന്നും മറ്റുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്നും ഉള്ള ചിന്താഗതി ആ കുട്ടിയിൽ എന്നും ഡെവലപ്പ് ചെയ്യും. ഹു വിൽ ഓൾവേസ് ദർ ടു ഹെൽപ്പ് ഹിം. മറ്റുള്ളവരെല്ലാം എന്നും എന്നെ സഹായിക്കാൻ ഉണ്ടാകുമെന്നും ഉള്ള ബോധ്യത്തിൽ ആ കുട്ടി വളരും എന്നുള്ളതാണ്. ഓൺ ദ അതർ ഹാൻഡ്, നേരെ മറിച്ച് പാരൻസിന് പ്രൈമറി കെയർ ഗിവർ ആയിട്ടുള്ള മദർ അല്ലെങ്കിൽ ഫാദർ ആരും ആവട്ടെ, ആ പ്രൈമറി കെയർ ഗിവർക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സ്നേഹം അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു സെക്യൂർ ആയ എൻവയോൺമെന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മിസ്ട്രസ്റ്റ് ആണ്, വിശ്വാസക്കുറവ് ഈ ലോകത്തോട് ഉണ്ടാക്കിയെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഈ കുട്ടിയുടെ ജനിച്ച ദിവസം മുതൽ 1 വയസ്സ് വരെയുള്ള പ്രായം വളരെ പ്രധാനമാണ് എന്ന് എറിക്സൺ പറയുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരണേ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്. അതായത് എന്താണ് ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത്? ഈ ഘട്ടത്തില് ഈ കുട്ടി പല കാര്യങ്ങളും, സെക്കൻഡ് സ്റ്റേജ് ആണ്. അതായത് അനാൽ മസ്കുലാർ സ്റ്റേജ് എന്ന്, ഏർലി ചൈൽഡ്ഹുഡിന്റെ അനാൽ മസ്കുലാർ സ്റ്റേജ് എന്നാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡ് ആണ്. പീരീഡ് ഓഫ് ഹോൾഡ് ആൻഡ് ലെറ്റ് ഗോ എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. അതായത് ഒരു കുട്ടി തന്റെ എലിമിനേറ്റീവ് ഫങ്ഷൻസ്, മോട്ടോർ എബിലിറ്റീസ്, കൈകൊണ്ട് പേന പിടിക്കുക, ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, സ്വന്തമായിട്ട് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുക, പാരൻസിന്, കെയർ ഗിവേഴ്സിന് ആ കുട്ടിയെ എൻകറേജ് ചെയ്യാൻ സാധിക്കണം, കൊള്ളാം, നല്ലത് എന്ന് പറയണം എന്നാണ് പറയുന്നത്. ടോഡ്ലർ ഇതിനെ സംബന്ധിച്ച് ഒരു ഓട്ടോണമി തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുട്ടി തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ബട്ട് ഇഫ് കെയർ ഗിവേഴ്സ് ഡിമാൻഡ് ടു മച്ച് ടു സൂൺ, വേഗം ഒരുപാട് കാര്യം ചെയ്യാനായിട്ട് കെയർ ഗിവർ ആ കുട്ടിയോട് പറയുകയാണെങ്കിൽ കുട്ടി the child may refuse to let, and they also refuse the child to let them perform. അവർ തനിയെ പെർഫോം ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല എന്ന് വിചാരിക്കുക, അവർക്ക് കേപ്പബിൾ ആയ കാര്യങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. ചൈൽഡ് മേ ഇൻസ്റ്റെഡ് ഓഫ് ഡെവലപ്പ് ഷെയിം, കുട്ടിക്ക് ഞാൻ ചെയ്തത് ശരിയാകോ എന്ന സംശയം, ഒരു ലജ്ജ, ഡൗട്ട്, ഷെയിം അല്ലെങ്കിൽ ഡൗട്ട് കുട്ടിയുടെ ഉള്ളിൽ. അവരെ കുറെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ വിട്ടുകൊടുക്കണം എന്നുള്ള അവരുടെ എബിലിറ്റി, അവർക്ക് പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്ന രീതിയിൽ അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇഫ് ദ ചൈൽഡ് ഗെറ്റ്സ് പ്രോപ്പർ പോസിറ്റീവായ ബാലൻസ്, എനിക്ക് സ്വയം ചെയ്യാനുള്ള സ്വയം പര്യാപ്തത, ഓട്ടോണമി എന്നിലുണ്ട് എന്ന് കുട്ടിക്ക് ഉണ്ടായാൽ ദ പേഴ്സൺ വിൽ ഡെവലപ്പ് എ വെർച്യു ഓഫ് വിൽ പവർ. കുട്ടിക്ക് ഇച്ഛാശക്തി ഉണ്ടാവും, വിൽ പവർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ടെൻഡൻസികളാണ് കുട്ടിയിൽ ഉണ്ടാവുക, ഇമ്പൾസിറ്റിവിറ്റികളാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള മാലിഗ്നന്റ് ടെൻഡൻസികൾ കുട്ടിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. കമ്പൽ ചെയ്താൽ മാത്രം ഒരു കാര്യം ചെയ്യുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ സക്സസ് ഈ സ്റ്റേജ്, അതായത് കുട്ടിയുടെ 2 മുതൽ 3 വരെയുള്ള വയസ്സ് വരെയുള്ള പ്രായമാണ് പ്രധാനം. ഈ കാലഘട്ടത്തിലുള്ള കുട്ടിയുടെ ഈ പെരുമാറ്റം തീർച്ചയായിട്ടും ഭാവി ജീവിതത്തിന് വളരെ വാല്യുബിൾ ആണ് എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത്.
അടുത്ത അപ്പൊ രണ്ട് പാരന്റ്സിനും, അതായത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ വലിയ റോളുണ്ട് കുട്ടിക്ക് ആ കോൺഫിഡൻസ് കൊടുക്കുന്നതിൽ. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്ന സ്റ്റേജാണ്. അപ്പൊ പ്രീ സ്കൂളുകളിൽ പഠിക്കുന്ന LKG ഒക്കെ പഠിക്കുന്ന പ്രീ സ്കൂൾ 4 മുതൽ 5 വരെ വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള സമയത്ത് കുട്ടികൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നു. അത്തരം കാര്യങ്ങളുടെ ഒരു ഘട്ടമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഡ്യൂറിങ് ദിസ് ഏജ് എ ചൈൽഡ് സ്റ്റാർട്ട് എക്സർട്ടിങ് ഹിസ് അസർട്ടീവ് എബിലിറ്റീസ്, കുട്ടിക്ക് തന്റെ അസർട്ടീവ് എബിലിറ്റീസ് പ്രയോഗിച്ചു തുടങ്ങുന്നു എന്ന് പറയും. ഹി ലേൺസ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്സ്, എ പോസിറ്റീവ് റെസ്പോൺസ് ടു ദ വേൾഡ്സ് ചാലഞ്ചസ്, ലോകത്തിന്റെ വെല്ലുവിളികളോട് കുട്ടി ഒരു പോസിറ്റീവായ റെസ്പോൺസ് ആണ് കാണിക്കുക. ടേക്കിംഗ് ഓൺ റെസ്പോൺസ്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായി ചെയ്യണമെന്ന മോഹം ഉദിക്കുക, അതുപോലെ തന്നെ പുതിയ പുതിയ സ്കില്ലുകൾ എനിക്കും പഠിച്ചെടുക്കണം എന്ന് കുട്ടിക്ക് തോന്നുക. സോ സാധാരണഗതിയിൽ 4 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പ്ലേ ഏജ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കുന്ന കാലഘട്ടമാണ്. പ്ലേ ഈസ് സെൻട്രൽ ടു ദിസ് സ്റ്റേജ്. ഇറ്റ് ഗിവ്സ് എ ചൈൽഡ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ്, കുട്ടിക്ക് മുൻകൈയെടുത്ത് ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു കഴിവ് നൽകുന്നത് ഈ പ്ലേ ആണ്. ആൻഡ് ഹാവ് എ കൺട്രോൾ ഓവർ ഹിസ് ഓർ ഹെയർ സറൗണ്ടിങ്സ്, ആ കുട്ടിക്ക് അവരുടെ ചുറ്റുപാടുകളുമായിട്ടൊരു നിയന്ത്രണവും കിട്ടുന്നതും അപ്പോഴാണ്. ഈ പാരന്റ്സ് എൻകറേജ് ആൻഡ് സപ്പോർട്ട് ചിൽഡ്രൻസ് ആക്ടിവിറ്റീസ്, കുട്ടി ചെയ്യുന്ന ബ്ലോക്കുകൾ ഉപയോഗിച്ച് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുകയോ എന്തെങ്കിലും ആക്ടിവിറ്റി കുട്ടി ചെയ്യുമ്പോൾ, കുട്ടിയുടെ ഇമാജിനേഷൻ അനുസരിച്ച് ചെയ്യുമ്പോൾ പാരന്റ്സ് അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് കുട്ടിയെ കോൺഫിഡന്റ് ആക്കും എന്നുള്ളതാണ്, അവന്റെ എബിലിറ്റീസിൽ അവനെ കോൺഫിഡന്റ് ആക്കും എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ കോൺഫിഡൻസ് അവന് ഭാവിയിൽ സഹായിക്കും. ദിസ് വിൽ ഹെൽപ്പ് ദ ചൈൽഡ് ഇൻ ലീഡിങ് അതേഴ്സ് ഇൻ ഫ്യൂച്ചർ, ബാക്കി ഭാവിയിലും അത് സഹായിക്കും. ആൻഡ് ടേക്ക് ഡിസിഷൻസ് ഓൺ ഹിസ് ഓൺ, സ്വന്തമായി തീരുമാനം എടുക്കാനായിട്ട് കുട്ടിക്ക് കാരണമാകും എന്ന് പറയാം. ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ ചൈൽഡ്സ് ഇനീഷ്യേറ്റീവ്, അതേസമയം കുട്ടിയുടെ ആ ഇനീഷ്യേറ്റീവ്, ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ പ്രോത്സാഹനം കിട്ടുന്നില്ല, വിമർശിക്കുകയാണ്, ഇതെന്താണ് നീ ഇത് ചെയ്യുന്നത് എന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്യുകയും ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്താലേ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് എല്ലാം ചെയ്താൽ കുഴപ്പമാണ്, എല്ലാം കുറ്റമാണ്, കുറ്റബോധം എന്ന് പറയുന്ന ഒരു അവസ്ഥ സംജാതമാകും. അപ്പോൾ ഈ സ്റ്റേജിലെ വിജയം എന്ന് പറയുന്നത് ഭാവിയിൽ കുട്ടി വളർന്ന് ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുമോ എന്നുള്ളത് തന്നെ തീരുമാനിക്കുന്നത് ഈ ഘട്ടമാണ്. ഈ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് 4 to 6 years വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഭാവിയിൽ ഈ കുട്ടി എന്താണ് ഒരു കാര്യം ചെയ്യാനുള്ള ആത്മവിശ്വാസം കാണിക്കുന്നില്ല, ചില ആൾക്കാർ മുതിർന്നു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, കോൺഫിഡൻസ് ഇല്ല എന്ന് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പിറകോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ അപ്പോഴത്തെ കുറ്റമല്ല, അത് അവരുടെ ആ 4 to 6 years പാരന്റ്സിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ എറിക് എറിക്സന്റെ ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഈ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഉത്സാഹവും അതുപോലെ തന്നെ അപകർഷതാബോധവും, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ്. അതായത് ഈ സ്റ്റേജിൽ ദ ചൈൽഡ് ലേൺസ് ടു ഡെവലപ്പ് വേരിയസ് സ്കിൽസ് സച്ച് ആസ് റീഡിങ്, റൈറ്റിംഗ്, ഇതൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ്. ഡൂയിങ് മാത്സ്, കണക്കിലെ പ്രശ്നങ്ങൾ, പിയർ ഗ്രൂപ്പും ടീച്ചേഴ്സും ഒക്കെ ഇവർക്ക് നല്ല റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ സ്റ്റേജിൽ. ഇഫ് ദ ചൈൽഡ്സ് ഇനീഷ്യേറ്റീവ് ഈസ് അക്സെപ്റ്റഡ്, കുട്ടി മുൻകൈയെടുത്ത് എന്ത് ചെയ്യുമ്പോഴും അതിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു കാര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യമായിരിക്കും. അവന് പ്രോത്സാഹനം കിട്ടുകയാണ്, റീഇൻഫോഴ്സ് ചെയ്യപ്പെടുകയാണെങ്കിൽ ദെൻ ഹി വിൽ ഫീൽ കോമ്പറ്റന്റ് ആൻഡ് കോൺഫിഡന്റ്, എനിക്ക് കഴിവുണ്ട്, ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് ഉത്സാഹം കൂടുതൽ ഉണ്ടാകും. വൈൽ അതേസമയം ഓൺ ദ അതർ ഹാൻഡ് ഇഫ് ദ ചൈൽഡ് ഈസ് കണ്ടിന്യൂസ്ലി ക്രിട്ടിസൈസ്, നിരന്തരമായി കുട്ടി വിമർശിക്കപ്പെട്ടാൽ, ആൻഡ് റിഡിക്യൂൾഡ്, കുട്ടി കളിയാക്കപ്പെട്ടാൽ ഓഫ് ഹിസ് ഇനീഷ്യേറ്റീവ്, തന്റെ എല്ലാ ഉദ്യമങ്ങളിലും, ദെൻ ഇറ്റ് വിൽ മേക്ക് ഹിം ഫീൽ ഇൻഫീരിയർ ഓഫ് ഹിസ് എബിലിറ്റീസ്, അവന്റെ എബിലിറ്റീസിൽ അവൻ ഇൻഫീരിയർ ആയിട്ട് അവന് ഫീൽ ചെയ്യും. ദ റൈറ്റ് ബാലൻസ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫീരിയോറിറ്റി, ഉത്സാഹം ഒരു വശത്ത് വേണം, എന്നാൽ ഓവറായ ഉത്സാഹം മാത്രം പോരാ, ഇടയ്ക്ക് ഒരു ഇൻഫീരിയോറിറ്റിയും കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്യപ്പെടണം. ഓവറായ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവന് ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. ഇത് രണ്ടിനെയും ശരിയായ രീതിയിൽ ബാലൻസ് ചെയ്തു പോയാൽ ഇറ്റ് വിൽ ഡെവലപ്പ് ദ വെർച്യു കോൾഡ് കോമ്പറ്റൻസി, ക്ഷമത എന്ന് പറയുന്ന ഒരു വലിയ പുണ്യത്തെ കുട്ടിയിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ഇഫ് ദ ചൈൽഡ് എക്സ്പീരിയൻസസ് ഫെയിലിയർ, ചിലയിടത്തൊക്കെ പരാജയപ്പെടണം, അപ്പോഴാണ് ദെൻ ഹി മേ ഡെവലപ്പ് മാൽ അഡാപ്റ്റീവ് ടെൻഡൻസി. എപ്പോഴും പരാജയപ്പെട്ടാലോ, അങ്ങനെയാണെങ്കിൽ മാൽ അഡാപ്റ്റീവ് ടെൻഡൻസി ആണ് ഉണ്ടാവുക, നാരോ ആയിട്ടുള്ള വെർച്യൂസിറ്റി ആണ് ഉണ്ടാവുക, മാലിഗ്നന്റ് ആയിട്ടുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ഇനേർഷ്യ, ചെയ്യാനുള്ള താല്പര്യക്കുറവ് ഒക്കെ ഉണ്ടായി വരും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് ഐഡന്റിറ്റി അല്ലെങ്കിൽ റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് നമുക്ക് ഉണ്ടാവാനുള്ളത്. അപ്പൊ കുട്ടി ഏത് രീതിയിൽ
ഈ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഉത്സാഹം ഉണ്ടാക്കിയെടുക്കണോ അപകർഷതാബോധം വേണോ എന്നുള്ള ഘട്ടമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. തൻ്റെ അസ്തിത്വം അത് ആ കുട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ആ അസ്തിത്വം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഫിഫ്ത്ത് സ്റ്റേജ് ആണെന്ന് പറയുന്നത്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് അഡോളസൻസ്. കൗമാരപ്രായത്തിലാണ് ഇതുണ്ടാവുക, 12 മുതൽ 18 വയസ്സ് വരെ. നമുക്ക് ഏകദേശം ടീനേജ് എന്നൊക്കെ പറയും. ദിസ് ഈസ് ദ ക്രോസ് റോഡ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് മെച്യൂരിറ്റി. അതായത് കുട്ടി ചൈൽഡ്ഹുഡ് കഴിയുന്നു, ഇനി മെച്യൂരിറ്റിയിലേക്ക് പോവുകയാണ് 12 മുതൽ 18 വയസ്സ് വരെ. ആ ഘട്ടം വളരെ പ്രധാനമാണ്. ദ ഗോൾ ഓഫ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ് ടു ഡെവലപ്പ് സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് ഒക്കുപേഷണൽ ഐഡന്റിറ്റി. സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക, തൊഴിൽപരമായിട്ടുള്ള ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഡ്യൂറിങ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിൽ ചിൽഡ്രൻ ഹാവ് ബിക്കം മോർ ഇൻഡിപെൻഡന്റ് ആൻഡ് ട്രൈ ടു ബിക്കം പാർട്ട് ഓഫ് ദ സൊസൈറ്റി. കുട്ടികൾ കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവുന്നു, സമൂഹത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ബൈ ഡെവലപ്പിംഗ് ദർ സോഷ്യൽ ആൻഡ് ഒക്കുപേഷണൽ ഐഡന്റിറ്റി, അവരുടെ സോഷ്യൽ ഐഡന്റിറ്റിയും ഒക്കുപേഷണൽ ഐഡന്റിറ്റിയും ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൊസൈറ്റി പ്രൊവൈഡ്സ് ക്ലിയർ ഗൈഡ് ലൈൻ, സമൂഹം ഒരു വ്യക്തമായ മാർഗരേഖ നൽകുകയാണെങ്കിൽ, ആൻഡ് റൈറ്റ്സ് ഓഫ് പാസേജ്, ദെൻ ഇറ്റ് വിൽ ഹെൽപ്പ് ദ അഡോളസെന്റ്, അത് കൗമാരപ്രായത്തിൽ കുട്ടിക്ക് സഹായകരമായിരിക്കും ഇൻ അച്ചീവ് ക്ലിയർ റോൾ ഐഡന്റിറ്റി, വ്യക്തമായ റോൾ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇഫ് ഫെയിൽഡ്, കുട്ടി അതിൽ പരാജയപ്പെട്ടാൽ, ടു നെഗോഷിയേറ്റ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിലെ കുട്ടിക്ക് രമ്യതപ്പെട്ട് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ പരാജയപ്പെട്ടാൽ, ദ ഇൻഡിവിജ്വൽ മേ ഡെവലപ്പ് മാൽ അഡാപ്റ്റീവ് ടെൻഡൻസി, കുട്ടിക്ക് ശരിയല്ലാത്ത രീതിയിലുള്ള അഡാപ്റ്റീവ് ടെൻഡൻസി ഡെവലപ്പ് ചെയ്യും. ഓഫ് ഫനാറ്റിസിസം ആൻഡ് ദ മാലിഗ്നന്റ് ടെൻഡൻസി ഓഫ് റെപ്യൂഡിയേഷൻ. അപ്പൊ ഇത് എതിർപ്പുകൾ, പ്രതിഷേധങ്ങൾ, ഇങ്ങനെയുള്ള ചിന്താഗതികൾ കുട്ടിയിൽ ഉണ്ടായി വരും. ഫർദർ സക്സസ് ഇൻ ദി സ്റ്റേജ്, അതേസമയം ഈ കുട്ടി വിജയം നേടുകയാണെങ്കിലോ, ഇറ്റ് വിൽ ലീഡ് ടു ദ വെർച്യു ഓഫ് ഫിഡലിറ്റി, ഒരു ആത്മവിശ്വാസത്തിന്റെ അതായിട്ടുള്ള ഫിഡലിറ്റിയുടേതായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് കുട്ടിയുടെ പേഴ്സണാലിറ്റി മാറും എന്നാണ് പറയുക. ഇതാണ് കുട്ടിയുടെ 5ാമത്തെ സ്റ്റേജ് ആയിട്ട് എറിക്സൺ പറയുന്നത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുന്നതും നമ്മുടെ പാരൻസ് തീർച്ചയായിട്ടും കൂടുതൽ ലോകങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മളെ വെറുതെ വിടുവാണ് എങ്കിൽ, നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ കൺഫ്യൂഷൻ നേരിടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോസ്റ്റ് ആകും. അതേസമയം നമ്മുടെ സമപ്രായക്കാര്, അതുപോലെ റോൾ മോഡലായിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു അതും പ്രധാനമാണ് എന്നുള്ളതാണ്. അടുത്ത ഘട്ടം, 6ാമത്തെ ഘട്ടം, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. യങ് അഡൽട്ട്സ് ആയിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ആരാണ് എന്നുള്ളത്, നമ്മുടെ ലൈഫിലെ കരിയറിലെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ, അല്ലെ, നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്താഗതികളൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും. നമുക്ക് ഇന്റിമസി ഉണ്ടാകുന്നതും ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നതും ഒക്കെ ഈ ഘട്ടത്തിലാണ്. ദി സ്റ്റേജ്, ഈ 6ാമത്തെ ഘട്ടം, അത് 20 വയസ്സിനും 34 വയസ്സിനും ഇടയിലുള്ള ഘട്ടമാണ്. നമ്മൾ ഏർലി അഡൽട്ട്ഹുഡ് എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ യങ് അഡൽട്ട്ഹുഡ് എന്നൊക്കെ പറയുന്ന പ്രായമാണ്. ഓക്കെ, അതായത് സാധാരണ 18നും 40നും ഇടയ്ക്കാണല്ലോ യങ് അഡൽട്ട്ഹുഡ്. ഈ ഘട്ടത്തിൽ ഇൻഡിവിജ്വൽ ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് സ്ട്രോങ്ങർ ഫ്രണ്ട്ഷിപ്പ്, വളരെ അടുത്ത ശക്തമായ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഘട്ടം ഇതാണ്. ആൻഡ് ടു ഹാവ് ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഇൻഡിവിജ്വൽസ്, മറ്റ് ഇൻഡിവിജ്വൽസുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാക്കണം എന്ന ചിന്ത ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. ഫെയിലിയർ ടു ഡെവലപ്പ് ആൻ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, നിങ്ങൾക്കൊരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ വിത്ത് അനദർ പേഴ്സൺ, ഇറ്റ് മേ ലീഡ് ടു ലോൺലിനെസ്, നിങ്ങൾ ഏകാന്തതയിലേക്ക് പോകാൻ ഇടയുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കാൻ സാധിച്ചാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കും. അതർവൈസ് നിങ്ങൾക്ക് അത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഏകാന്തതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരണേ. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഒരു മാലഡാപ്റ്റീവ് ടെൻഡൻസി ആകാൻ സാധ്യതയുണ്ട്, ഏലിയനേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ഘട്ടത്തിൽ വരാൻ സാധ്യത സമൂഹ